ADM അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കുമോ? ഞങ്ങൾ ഈ പറഞ്ഞത് തീരുമാനമാകുവാണെങ്കിൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. അല്ലാണ്ട് ഞങ്ങൾ തീരുമാനം കൊല്ലണമെന്ന് തന്നെ ആ തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് കൊണ്ടുവിട്ട് അവരെ ഗതിയും ഇതാണല്ലോ. നാളേക്ക് ഇങ്ങനെയാണല്ലോ സംഭവിക്കുക. അപ്പൊ ഈ നാട്ടിൽ കടുവ വരുമ്പോ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് വിടും. മയക്കുവെടി കൊണ്ടുപോകും, അവിടെ കൊണ്ടുവിടും. ഇപ്പൊ ഈ വെറ്റിനറി സംഘം, അതായത് മയക്കുവെടി വെച്ചൊക്കെ കടുവയെ പിടികൂടാനുള്ള ഒരു ദൗത്യ സംഘം ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. അതുപോലെ തന്നെ സബ് കളക്ടർ എത്തിയില്ലെങ്കിലും ADM ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. അവരുടെ ചർച്ചയിലൊക്കെ ഒരു നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വരികയാണെങ്കിൽ സമരം അവസാനിപ്പിക്കും. അങ്ങനെ തന്നെയാണോ? കൊല്ലാൻ തന്നെ തീരുമാനം ഞങ്ങളത്. അവര് കൊന്നിട്ടേ ഇതിന് കടുവേനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജീവനോടെ കടുവേനെ ഞങ്ങൾ അങ്ങോട്ട് വിടില്ല. അത് ഞങ്ങൾ ഇവിടെ സമരം തന്നെ. വീട്ടിൽ കയറിയാലും കടുവയെ കൊല്ലണം. കൊന്നിട്ട് കൊണ്ടുപോയാൽ മതി. കൊണ്ടുവിടുന്നത് ജീവനും നടക്കുന്നില്ലേ, അത് പേര് അറിയുന്നില്ലല്ലോ. അപ്പം കൊന്നിട്ട് കൊണ്ടുപോയാൽ മതി. നാട്ടിലാണെങ്കിലും കൊല്ലണം. പൂജ, അത് തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്നത്. കൂട്ടിലകപ്പെടുത്തി കടുവയെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ പോലും കടുവയെ കൊല്ലണം. ഇന്ന് രാവിലെ മുതൽ ഈ കാര്യമാണ് അവർ പല തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിലൊരു പക്ഷേ ഈ മാനദണ്ഡ പ്രകാരമൊക്കെ കാര്യങ്ങൾ നീക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കൃത്യമായ തീരുമാനം ഒരു പക്ഷേ DFOക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് നിയമമാണ്, പ്രോട്ടോകോളാണ്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നീക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ മുൻപിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതിന്റെ ഭാഗമായിട്ട് 3 മണിക്ക് സബ് കളക്ടർ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് DFOയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് അറിയിപ്പ് ലഭിക്കുന്നു. അങ്ങനെ കളക്ടർ എത്തുന്നില്ല. 4 മണിക്കും കളക്ടർ എത്താതായതോടുകൂടിയും ഈ ബേസ് ക്യാമ്പിന്റെ വരാന്തയിലടക്കം കയറി വാക്കുതർക്കം ഉണ്ടാവുന്നു. ഉദ്യോഗസ്ഥരോട് വാക്കുതർക്കം ഉണ്ടാവുന്നു. ഒരിടയ്ക്ക് ഇതെല്ലാം പൊളിച്ച് അകത്ത് കയറാനുള്ള ശ്രമമടക്കം അവർ നടത്തിയിരുന്നു. ഒരു പക്ഷേ ആ രൂപത്തിലേക്കൊന്നും വലിയ അക്രമത്തിലേക്കൊന്നും പോവാതെ അവരെ അനുനയിപ്പിച്ച് സമരവുമായി മുന്നോട്ട് പോവുക എന്ന രീതിയിലേക്ക് അവസാനം അവർ തീരുമാനത്തിലെത്തുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ADM സ്ഥലത്തേക്ക് എത്തിയത്. ADM K ദേവകി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമരക്കാരുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുന്നു, കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുന്നു. അതിനുശേഷം ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് രീതി. അതേസമയം പ്രതിഷേധത്തിന്റെ കാര്യമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കടുവയെ ഏതു വിധേനയും പിടികൂടുക എന്ന ദൗത്യവുമായിട്ട് അരുൺ സക്കറിയ ആൻഡ് ടീം ഇപ്പോൾ ആ പരിശോധനയും തുടരുകയാണ്. പൂജ, ശരി. ഇംതിയാസ് കരീമാണ് ബേസ് ക്യാമ്പിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.